ആഗ്രഹിച്ച് നല്ലൊരു ക്യാമറ വാങ്ങി. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള ഫോട്ടോസ് അതിൽ എടുക്കാൻ സാധിക്കുന്നില്ല. കുഴപ്പം എന്ന് പറയുന്നത് ഒരിക്കലും ക്യാമറയുടേതല്ല. ഫോട്ടോഗ്രാഫി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി എടുക്കാത്തതാണ് കാരണം. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അത് ഈ പറയുന്നതിൻ്റെ കൂട്ട് ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നതും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും അതൊരു നല്ല സഹായമാവും. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ ചെറിയ ഒരു എപ്പിസോഡ് പോലെ ഫോട്ടോഗ്രാഫിയുടെ ബേസിക് മുതൽ ഹൈ എൻഡ് കാര്യങ്ങൾ വരെ നമുക്കിതുപോലെ ഒന്ന് പഠിച്ച് പോകാമെന്നുള്ള രീതിയിൽ പറഞ്ഞു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങൾ. അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. എന്നിട്ട് ഓരോരോ എപ്പിസോഡിൽ നമുക്ക് ഓരോരോ കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ഫോട്ടോഗ്രാഫി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പറഞ്ഞു പോകാം. ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ഫോട്ടോഗ്രാഫി എന്നുള്ളതാണ്. നമ്മളെല്ലാം വിചാരിക്കുന്നത് പോലെ വെറും ഒരു സബ്ജക്റ്റിൻ്റെ ഫോട്ടോ എടുക്കുന്നത് മാത്രമല്ല ഈ പറയുന്ന ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. ലൈറ്റിനെ കൺട്രോൾ ചെയ്തിട്ട് ഒരു സ്റ്റോറി പറയുന്നതാണ് ഈ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ക്യാമറ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു ക്യാമറ വർക്ക് ചെയ്യുന്നത് 3 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പർച്ചർ, ഷട്ടർ സ്പീഡ്, അതുപോലെ തന്നെ ISO എന്ന് പറയുന്ന 3 ബേസിക് ആയിട്ടുള്ള എക്സ്പോഷർ ട്രയാങ്കിളിനെ ആശ്രയിച്ചിട്ടാണ് ഒരു ക്യാമറ വർക്ക് ചെയ്യുന്നത് തന്നെ. അപ്പോൾ മൂന്നാമതായിട്ട് നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യമാണ്, ഒരു ക്യാമറ വാങ്ങിയാൽ മാത്രം മതിയോ ഒരു ഫോട്ടോഗ്രാഫർ ആവാൻ? ഒരു ക്യാമറ വാങ്ങിയത് കൊണ്ട് മാത്രം ഒരാൾ ഒരു ഫോട്ടോഗ്രാഫർ ആവണമെന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, എക്സ്പെൻസീവ് ഒരു ക്യാമറ വാങ്ങിയത് കൊണ്ട് മാത്രം നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് ബെറ്റർ ആവണമെന്നില്ല ഒരിക്കലും. നമ്മൾ ക്യാമറ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ടും. അതീ പറയുന്ന എൻട്രി ലെവൽ ക്യാമറ ആണെങ്കിൽ പോലും ശരിയായിട്ടുള്ള ലൈറ്റിങ്, അതുപോലെ തന്നെ കോമ്പോസിഷൻ, അതുപോലെ ടൈമിങ്ങും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ശരിയായിട്ടുള്ള അല്ലെങ്കിൽ അമേസിംഗ് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. അതിനീ പറയുന്ന എക്സ്പെൻസീവ് ക്യാമറ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ നാലാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഫോട്ടോഗ്രാഫി പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫോട്ടോഗ്രാഫി പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലൈറ്റിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഫോട്ടോഗ്രാഫിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ലൈറ്റിനെ ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പലവിധമുള്ള ലൈറ്റിങ്ങുകൾ നമ്മൾ മനസ്സിലാക്കുക, അതിനെ ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മുടെ കോമ്പോസിഷനുകൾ മനസ്സിലാക്കുക, നമ്മുടെ ആംഗിളുകൾ സെറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ക്യാമറ നമ്മൾ കൂടുതലായിട്ടും അതിൻ്റെ സെറ്റിങ്ങുകൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക. അതായത് നമ്മുടെ കയ്യിൽ ഒരു ഹൈ എൻഡ് ക്യാമറ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ സെറ്റിങ്ങുകൾ നമ്മൾ അറിയാതിരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ കയ്യിൽ ഹൈ എൻഡ് ക്യാമറ ഇരുന്നിട്ട് ഒരു പ്രയോജനം നമുക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. അത് ഈ പറയുന്ന എൻട്രി ലെവൽ ക്യാമറ ആണെങ്കിലും ഹൈ എൻഡ് ക്യാമറാസ് ആണെങ്കിൽ പോലും അതിൻ്റെ സെറ്റിങ്ങുകൾ നല്ല രീതിയിൽ പഠിക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ഫോട്ടോഗ്രാഫി പഠിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഒരു സബ്ജക്റ്റിൻ്റെ ഫോട്ടോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പല ആംഗിളിൽ നിന്നുള്ള ഫോട്ടോസ് എടുക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഡിഫറൻസുകൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഈ പറയുന്ന സബ്ജക്റ്റിൻ്റെ ഷേപ്പ്, അതുപോലെ തന്നെ അളവുകൾ, കാര്യങ്ങൾ എല്ലാം നമുക്ക് ഒരു ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ഒരു ആംഗിളുകൾ സെറ്റ് ചെയ്യുക, ആ രീതിയിൽ ഷൂട്ട് ചെയ്യുക. അങ്ങനെ വ്യത്യസ്തമായ ചിത്രങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അവസാനമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് പ്രാക്ടീസിനെ കുറിച്ചിട്ടാണ്. ഫോട്ടോഗ്രാഫിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും ഒരു തിയറി പഠിച്ചിട്ട് പോയിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു ഫോട്ടോ എടുക്കാനൊന്നും സാധിക്കത്തില്ല പെട്ടെന്ന്. നിരന്തരമായിട്ടുള്ള പ്രാക്ടീസ് അല്ലെങ്കിൽ നമ്മൾ എടുത്ത് പഠിക്കുന്ന ആ ഒരു രീതിയിൽ കൂടെ മാത്രമേ നമുക്ക് ഫോട്ടോഗ്രാഫി ചെയ്ത് പഠിക്കാൻ പറ്റത്തുള്ളൂ. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് കൂടുതലായിട്ടും ഒരു പ്രാക്ടീസിലൂടെ മാത്രമേ അത് പഠിക്കാൻ പറ്റൂ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത്, നമ്മളെല്ലാം ഫിലിമിനൊക്കെ കേട്ടിട്ടുള്ളതിൻ്റെ തൊട്ട് ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റത്തില്ല, പക്ഷെ പഠിക്കാൻ പറ്റും. അപ്പോൾ ഫോട്ടോഗ്രാഫി പഠിക്കാൻ പറ്റുമെന്ന് പറയുന്നതിൻ്റെ ഉദാഹരണമാണ് ഈ പറയുന്ന ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ കൂടെ പോയിട്ട് ലൈറ്റ് ബോയ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവർക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കാനും അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടാറുണ്ട്.
നമ്മുടെ നാട്ടിലൊക്കെ. ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ആ ഒരു രീതിയിൽ പഠിച്ച ആളാണ്. ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ പോയിട്ട് ഒരു ലൈറ്റ് ബോയ് ആയിട്ട് പോയിട്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്ത് അങ്ങനെ പഠിച്ചൊരു കാര്യമാണ് ഈ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് നല്ല നല്ല ലൈറ്റ് ബോയ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് ഏറ്റവും നല്ലൊരു ഫോട്ടോഗ്രാഫർ ആയിട്ട് വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ലൈറ്റിങ്ങുകളെ കുറിച്ചിട്ട് കൂടുതൽ പഠിക്കാൻ പറ്റുന്നുണ്ട്. നല്ല ഫ്രെയിമുകളൊക്കെ അവരുടെ ബാക്കിൽ നിന്നിട്ട് നമ്മുടെ കൂടെയുള്ള ഫോട്ടോഗ്രാഫറിൻ്റെ കൂടെ നിന്നിട്ട് തന്നെ നമ്മുടെ കണ്ണ് ഈ പറയുന്ന അവരുടെ സ്ക്രീനിലായിരിക്കും. അതുപോലെ തന്നെ അവരെങ്ങനെയൊക്കെയാണ് ലൈറ്റിങ് കൊടുക്കുന്നത് നമുക്ക് ബാക്കിൽ നിന്ന് കാണാൻ പറ്റും ഈ ഒരു കാര്യം. അങ്ങനെ ശ്രദ്ധിച്ചിട്ടുള്ള ആൾക്കാരാണ് ഏറ്റവും നല്ല ഫോട്ടോഗ്രാഫേഴ്സ് ആയിട്ടുള്ളതും. എനിക്കറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ നിരന്തരമായിട്ടുള്ള നമ്മൾ പല രീതിയിൽ സെറ്റ് ചെയ്ത് നോക്കുക, ലൈറ്റുകൾ സെറ്റ് ചെയ്ത് നോക്കുക, അതുപോലെ തന്നെ ക്യാമറയുടെ ആംഗിൾ മാറ്റി വെച്ച് നോക്കുക. അങ്ങനെ നല്ല രീതിയിൽ ഉള്ള പ്രാക്ടീസാണ് നമ്മളെ ഏറ്റവും നല്ലൊരു ഫോട്ടോഗ്രാഫർ ആക്കി മാറ്റുന്നത് തന്നെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ പറയുന്ന ബേസിക് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഓരോരോ ക്ലാസ്സുകളായിട്ട് നമുക്ക് ചെയ്തു തുടങ്ങാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഈ പറയുന്ന നമ്മുടെ ഇതിൻ്റെ ബേസിക് ക്യാമറ വർക്ക് ചെയ്യുന്നതിൻ്റെ ബേസിക് കാര്യമായിട്ടുള്ള നമ്മുടെ എക്സ്പോഷർ ട്രയാങ്കിൾ, അതായത് അപ്പേർച്ചർ, ISO, അതുപോലെ തന്നെ ഷട്ടർ സ്പീഡ് അടങ്ങുന്ന നമ്മുടെ ബേസിക് ആയിട്ടുള്ള എക്സ്പോഷർ ട്രയാങ്കിളിനെ കുറിച്ചിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് പറയാം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.